ഇന്നു മുതൽ നമ്മൾ പുതിയൊരു യാത്രയുടെ തുടക്കം ചെയ്യാൻ പോവുകയാണ്. ഒരു അന്വേഷണം. ഒരു മനുഷ്യ ജീവിതം ഒരുപാട് ചോദ്യങ്ങളാൽ നിറഞ്ഞതാണ്. എന്തിനാണ് ഞാൻ ജനിച്ചത്? എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത്? ആരാണ് ഈ സൃഷ്ടിയുടെ അടിസ്ഥാനം? അപ്പോൾ ഈ ചോദ്യങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഉയർന്നിട്ടില്ലേ? അങ്ങനെ തന്നെയാണ് പുരാതന കാലത്ത് മഹർഷികൾ ഒരുമിച്ചു കൂടിയത്. ലോകത്തിൻ്റെ അവസ്ഥ കണ്ട് അവർ ആശങ്കപ്പെട്ടു. ജനനം, മരണം, സന്തോഷം, ദുഃഖം, വീണ്ടും ജനനം, ഈ ചക്രം എന്തുകൊണ്ട്? അവർ സുതമുനിയെ സമീപിച്ചു. വിനയത്തോടെ ചോദിച്ചു, സകല സൃഷ്ടിയുടെയും ആദികാരണം ആരാണ്? പരമസത്യം എന്താണ്? ഞങ്ങളോട് പറയുക. ഇതാണ് ശിവപുരാണത്തിൻ്റെ തുടക്കം. ഒരു അന്വേഷണത്തോടെ, ഒരു വിനയത്തോടെ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ആരംഭം. സുതമുനി ശാന്തമായി മറുപടി പറയുന്നു. സൃഷ്ടിക്ക് മുൻപ് ഒന്നുമില്ലായിരുന്നു. പ്രകാശമില്ല, ഇരുട്ടില്ല, ശബ്ദമില്ല, രൂപമില്ല. എന്നാൽ ഒരു സത്ത ഉണ്ടായിരുന്നു. ആരംഭമില്ലാത്തത്, അവസാനമില്ലാത്തത്, അത് തന്നെയാണ് പരമശിവൻ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഒന്ന് നിൽക്കണം. ശിവൻ ഒരു രൂപത്തിൽ മാത്രം പൂട്ടപ്പെട്ട ദൈവമല്ല. അത് ഒരു അനന്ത സത്തയാണ്. ശുദ്ധബോധം, ശാന്തി, അതിരില്ലാത്ത ചൈതന്യം. അങ്ങനെ ആ പരമസത്തയിൽ നിന്നും സൃഷ്ടിച്ച് അല്ലെങ്കിൽ ആ സൃഷ്ടിയുടെ ചലനം ഉദിച്ചു. ആ ചലനത്തിൽ നിന്നാണ് ബ്രഹ്മാവും വിഷ്ണുവും പ്രത്യക്ഷപ്പെട്ടത്. സൃഷ്ടിയും പരിപാലനവും അവരുടെ ദൗത്യമായി. പക്ഷേ അവർക്കും മൂലകാരണം പരമശിവൻ തന്നെയായിരുന്നു. ഇന്ന് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കണം, പല രൂപങ്ങളിൽ നാം ദൈവത്തെ കാണുന്നു. പക്ഷേ അടിസ്ഥാനം ഒന്നു മാത്രമാണ്. രൂപം വ്യത്യാസപ്പെട്ടാലും സത്യം ഒന്നു മാത്രമാണ്. ഒരു ദിവസം ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ വാദമുണ്ടായി. ആരാണ് മഹത്തായവൻ? ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതം നോക്ക്. നമ്മളും പലപ്പോഴും താരതമ്യം ചെയ്യുകയാണ്. ഞാനാണോ വലിയത്? അവനാണോ വലിയത്? അഹങ്കാരം ശാന്തമായി അവിടെ വളരുകയാണ്. അപ്പോഴാണ് അവരുടെ മുന്നിൽ ഒരു അത്ഭുതം പ്രത്യക്ഷപ്പെട്ടത്. അനന്തമായ ഒരു ജ്യോതി. മുകളിലേക്കും താഴേക്കും അതിരില്ലാത്ത പ്രകാശസ്തംഭം. തുടക്കം കാണാനാകില്ല, അവസാനം കാണാനാകില്ല. വിഷ്ണു താഴേക്ക് തിരിഞ്ഞു, ബ്രഹ്മാവ് മുകളിലേക്ക് തിരിഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും അതിൻ്റെ അറ്റം കണ്ടെത്താനാകുന്നില്ല. ഇവിടെ ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. മനുഷ്യബുദ്ധിക്ക് എല്ലാം മനസ്സിലാക്കാൻ കഴിയില്ല. ചില സത്യങ്ങൾ ബുദ്ധിക്ക് അതീതമാണ്. വിഷ്ണു ഒടുവിൽ വിനയത്തോടെ സമ്മതിച്ചു, എനിക്ക് കണ്ടെത്താനായില്ല. ബ്രഹ്മാവ് അഹങ്കാരത്തിൽ തെറ്റായ സാക്ഷ്യം പറഞ്ഞു, ഞാൻ കണ്ടു. ഇതാണ് മനുഷ്യൻ്റെ രണ്ട് സ്വഭാവങ്ങൾ, വിനയവും അഹങ്കാരവും. അപ്പോൾ ആ ജ്യോതിയിൽ നിന്ന് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണുവിൻ്റെ വിനയം അനുഗ്രഹിച്ചു, ബ്രഹ്മാവിൻ്റെ അസത്യത്തെ ശാസിച്ചു. ഇവിടെ ശിവപുരാണം നമ്മളോട് പറയുന്നത് വ്യക്തമാണ്. സത്യത്തിൽ നിൽക്കുന്നവൻ ദൈവാനുഗ്രഹം നേടും. അഹങ്കാരവും അസത്യവും അനുഗ്രഹം നഷ്ടപ്പെടുത്തും. ജീവിതത്തിൽ തോൽവി സമ്മതിച്ചാൽ നമുക്ക് പലപ്പോഴും അങ്ങനെ സമ്മതിക്കാൻ നമ്മൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. പക്ഷേ സത്യസന്ധമായി സമ്മതിക്കുന്ന നിമിഷത്തിലാണ് ആത്മാവ് വളരുന്നത്. ഈ അനന്ത ജ്യോതി തന്നെയാണ് ലിംഗരൂപമായി ആരാധിക്കപ്പെടുന്നത്. ലിംഗം എന്നത് ഒരു കല്ലല്ല, അത് അനന്തതയുടെ ഒരു ചിഹ്നമാണ്. തുടക്കവും അവസാനവും ഇല്ലാത്ത സത്യത്തിൻ്റെ പ്രതീകം. അതിനാലാണ് ശിവലിംഗം ഒരു ആകൃതിയില്ലാത്ത രൂപത്തിൽ ആരാധിക്കുന്നത്. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ദൈവം രൂപത്തിൽ ഒതുങ്ങുന്നില്ല. ശിവൻ തുടർന്ന് പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ മഹത്വം ഉപദേശിക്കുന്നു. നമഃശിവായ. ഈ 5 അക്ഷരം പഞ്ചഭൂതങ്ങളുടെ ശുദ്ധീകരണ ശക്തിയാണെന്ന് പറയുന്നു. നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ഈ നാമം ജപിക്കുമ്പോൾ ഉള്ളിൽ സമത്വം പകരും. ഒരു പരീക്ഷണം ചെയ്ത് നോക്ക് നിങ്ങൾ. മനസ്സ് കലങ്ങിയിരിക്കുമ്പോൾ കണ്ണടച്ച് ശാന്തമായി ഓം നമഃശിവായ എന്ന് ശ്വാസത്തോട് ചേർത്തൊന്ന് ജപിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കും, ശ്വാസം ഒന്ന് സമത്വത്തിലാകും, ഹൃദയമിടിപ്പ് ശാന്തമാകും, ചിന്തകൾ മന്ദമാകും. ഇതാണ് ശിവപുരാണത്തിൻ്റെ ആരംഭ പാഠം. ദൈവം പുറത്തു മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലും ഉണ്ട്. ഹൃദയം ശുദ്ധമാക്കിയാൽ അവൻ അവിടെ പ്രത്യക്ഷമാകും. ശുദ്ധി എന്നത് വലിയ ആചാരങ്ങളല്ല. സത്യസന്ധത, കരുണ, ക്ഷമ, അസൂയ വിട്ടുമാറൽ, അഹങ്കാരം കുറയ്ക്കൽ, ഇതാണ് യഥാർത്ഥ ശിവഭക്തി. ഇനി നമ്മൾ ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കാം.
ഒന്നാം അധ്യായത്തിൻ്റെ മുനിമാർ ശിവന്റെ മഹത്വം കേട്ട് അത്ഭുതപ്പെട്ടു. അവർ തിരിച്ചറിഞ്ഞു, പരമസത്യം അറിഞ്ഞാൽ ഭയം ഇല്ലാതാകുമെന്ന്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഒരു ആന്തരിക അടിസ്ഥാനമുണ്ടെങ്കിൽ നമ്മൾ തകർന്നു പോവില്ല. ശിവപുരാണം ആദ്യ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്. അഹങ്കാരം വിട്ടാൽ ജ്യോതി കാണാം. വിനയം സ്വീകരിച്ചാൽ അനുഗ്രഹം ലഭിക്കും. നാമജപം ചെയ്താൽ മനസ്സ് ശാന്തമാകും. ഹൃദയം ശുദ്ധമാക്കിയാൽ ദൈവം അവിടെ വസിക്കും. ഇന്ന് നമ്മൾ കണ്ടത് സൃഷ്ടിയുടെ ആദിയും ദൈവതത്വത്തിൻ്റെ അനന്തതയുമാണ്. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും അന്വേഷണമൊക്കെയും ഒടുവിൽ എത്തിച്ചേർന്നത് ഒരു സത്യത്തിലേക്കാണ്. അഹങ്കാരം കൊണ്ട് ദൈവത്തെ അറിയാനാകില്ല. വിനയം കൊണ്ടാണ് അറിയാൻ കഴിയുന്നത്. ജ്യോതിർരൂപമായി പ്രത്യക്ഷപ്പെട്ട മഹാദേവൻ നമ്മളെ പഠിപ്പിച്ചതും അതാണ്. ഇന്ന് നാം ഈ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് ആ അനന്തപ്രകാശം മനസ്സിൽ അനുഭവിക്കാം. ഓം നമഃശിവായ എന്ന നാമം ഉള്ളിൽ മുഴങ്ങട്ടെ. അടുത്ത ബുധനാഴ്ച നമ്മൾ ഈ ആത്മീയ യാത്ര തുടരും. ശിവപുരാണത്തിൻ്റെ 2ാം ഭാഗത്തിലേക്ക് നമ്മൾക്ക് കടക്കാം. അതുവരെ ഈ ജ്ഞാനം ഹൃദയത്തിൽ സൂക്ഷിക്കുക. ശിവനാമം ശ്വാസവുമായി ചേർക്കുക. ഓം നമഃശിവായ.